ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് റെസിഡ്യൂവിൻ്റെ കാൽക്കുലസും അതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എന്താണ് റെസിഡ്യൂ എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോറൻസ് സീരീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ് ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സീറോ. അതായത് സെഡ് സീറോ എന്ന് പറഞ്ഞൊരു സിംഗുലർ പോയിൻ്റ്. അപ്പോൾ ആ ഒരു സീരീസ് ഓഫ് എക്സ്പാൻഷനിൽ 1 ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ എന്ന് പറയുന്ന ഒരു എന്താ പറയുക റീജിയൻ വരുന്നുണ്ട്. എ മൈനസ് 1 സെഡ് മൈനസ് സെഡ് സീറോ എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നുണ്ട്. ഈ ഒരു പാർട്ടിൻ്റെ അതായത് സെഡ് മൈനസ് സെഡ് സീറോ എന്നതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എ മൈനസ് 1 ആണ്. ഈ എ മൈനസ് 1 പറയുന്ന പേരാണ് റെസിഡ്യൂ എന്നാണ് പറയുക. ഈ ഒരു ഫംഗ്ഷൻ്റെ റെസിഡ്യൂ അറ്റ് പോയിൻ്റ് സെഡ് സീറോ. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ സപ്പോസ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് എ സിംഗുലർ അറ്റ് പോയിൻ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സീറോ. Then the function can be expanded by Lorentz series. The coefficient of z minus z0 all power of minus 1, that is this one, in the expansion around the isolated singularity is called residue of f of z at z is equal to z0. ഇതാണ് റെസിഡ്യൂവിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോറൻസ് സീരീസ് എഴുതുന്ന സമയത്ത് നമുക്ക് എ മൈനസ് 1 എന്നുള്ള ഒരു കോയിഫിഷ്യൻ്റാണ് നമുക്ക് സെഡ് മൈനസ് സെഡ് സീറോൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് എ മൈനസ് 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമുക്കറിയാം. എ n is equal to 1 divided by 2 pi i closed integral f of z dz divided by z minus z0 all power of n plus 1 എന്നതാണ് നമ്മൾ എ എന്നിൻ്റെ വാല്യൂ കാണാനുള്ള റിലേഷൻ. ഇവിടെ സെഡ് മൈനസ് സെഡ് സീറോ ഓൾ പവർ ഓഫ് മൈനസ് 1 പവർ എന്ന് പറയുന്നത് എ മൈനസ് 1 ആണ്. സോ ഇയർ n is equal to minus 1. So substituting this value in this equation we get a minus 1 is equal to 1 divided by 2 pi I closed integral. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് നമുക്ക് കിട്ടും. ഇയർ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാണ്ടിറ്റിയുടെ പവർ 0 ആണെങ്കിൽ ദാറ്റ്സ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. ലൈക്ക് x0 is equal to 1. ഓക്കെ, അപ്പോൾ നമുക്ക് എ മൈനസ് 1 is equal to this 1 എന്നുള്ള റിലേഷൻ കിട്ടും. ഈ രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ റെസിഡ്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1 divided by 2 pi I closed integral f of z dz. ഓക്കെ, അപ്പോൾ റെസിഡ്യൂവിന് കാണാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിലേഷനാണ് എ മൈനസ് 1 is equal to this 1. ഇനി നമുക്ക് പറയാനുള്ളത് റെസിഡ്യൂ തിയറത്തെക്കുറിച്ചാണ്. റെസിഡ്യൂ തിയറം. റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഫോർ എ ക്ലോസ്ഡ് കോണ്ടൂർ സി. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത്. എനി ഷേപ്പ്, ഏത് ഷേപ്പ് ആവാം, സർക്കിൾ തന്നെ വേണമെന്നില്ല, എനി ഷേപ്പ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമ്മൾ 4 സിംഗുലർ പോയിൻ്റ് വരുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. 4 5 എത്ര വേണമെങ്കിൽ, അല്ലെങ്കിൽ n വാല്യൂസ് ഓഫ് സിംഗുലർ പോയിൻ്റ് ഇവിടെ വരുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സെഡ് 1 is equal to this 1, സെഡ് 2 is equal to this 1, സെഡ് 3 എക്സെട്ര ഏത് വരെ ഉണ്ടാവും, സെഡ് n എന്നുള്ള ഒരു വാല്യൂ വരെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു കോണ്ടൂറിൻ്റെ അകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്, സിംഗുലർ പോയിൻ്റ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെഡ് 1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറഞ്ഞു, ലോറൻസ് സീരീസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓരോ സിംഗുലർ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോറൻസ് സീരീസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെഡ് is equal to
Z1 എന്നതാണ് ഇവിടുത്തെ സിംഗുലർ പോയിൻ്റ്. അതായത് ഇവിടുത്തെ Z0 എന്ന് പറഞ്ഞത് Z1 ആണ്, ഇവിടുത്തെ Z0 എന്ന് പറഞ്ഞത് Z2, ഇവിടുത്തെ Z0 എന്ന് പറഞ്ഞത് Z3, ഇവിടെ Zn. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂ Z0യുടെ വാല്യൂ ഓരോ പോയിൻറ്റിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ സിംഗുലർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ലോറൻസ് സീരീസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ Z1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലോറൻസ് സീരീസ് നമുക്ക് കിട്ടും, Z2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലോറൻസ് സീരീസ് നമുക്ക് കിട്ടും, Z3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും, Z4ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും, Zn കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലോറൻസ് സീരീസ് നമുക്ക് കിട്ടും. അങ്ങനെ n ലോറൻസ് സീരീസാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്, n നമ്പേഴ്സ്. കാരണം n സിംഗുലർ പോയിൻ്റാണ് നമുക്കിവിടെ വരുന്നതുകൊണ്ട്. ഇതിൽ തന്നെ ഓരോ ലോറൻസ് സീരീസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റെസിഡ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഒരു പർട്ടിക്കുലർ ലോറൻസ് സീരീസിൽ അതിൽ ഉണ്ടാവുന്ന ഒരു വാല്യൂ, ഇവിടെ Z0 എന്ന് പറഞ്ഞത് Z-Z1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരീസ് നമുക്ക് എഴുതാം, Z0 Z2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലോറൻസ് സീരീസ് നമുക്ക് എഴുതാം. അപ്പോൾ ഓരോ പർട്ടിക്കുലർ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ റെസിഡ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ f(z) dz എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് all residues at a singular point within C എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണ്ടൂറിൻ്റെ അകത്തുള്ള എല്ലാ സിംഗുലർ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂവിൻ്റെ സമ്മേഷന് പറയുന്ന സമ്മേഷനാണ് നമ്മളിവിടെ കാണുന്നത്. സം ഓഫ് ഓൾ റെസിഡ്യൂസ് അറ്റ് എ സിംഗുലർ പോയിൻറ്റ് within C, that is a contour, that is equal to closed integral f(z) dz is equal to 2πi into residue at f of z equal to Z0 Z1 ഒന്നാമത്തെ കേസ് പ്ലസ് റെസിഡ്യൂ എഫ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ ഏത് പർട്ടിക്കുലർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് Z2. അതിന് എത്ര റെസിഡ്യൂ കാണേണ്ടി വരും, n നമ്പേഴ്സ് നമുക്കിവിടെ കാണേണ്ടി വരും. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് f is equal to f of z is equal to Zn. ഇത്രയും പോയിൻറ്റിൻ്റെ റെസിഡ്യൂ നമ്മൾ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗോട്ട് ദ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C f(z) dz എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു തിയറം വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ f(z) dz is equal to 2πi into a-1. ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, ഒന്നിൽ കൂടുതൽ പോയിൻ്റ് വരുമ്പോൾ ഇവിടെ സമ്മേഷനായിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റും. ആ ഒരു തിയറാണ്, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ റെസിഡ്യൂ തിയറം നമ്മൾ പറഞ്ഞു ദിസ് വൺ, അതായത് ഇഫ് f(z) is an analytic in closed contour C except at a finite number of singular point Z1, Z2, Z3, etc. Zn within C, then closed integral f(z) dz is equal to this one. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് നമ്മൾ പറയുന്നുണ്ട്, അത് ഒരു പർട്ടിക്കുലർ കോണ്ടൂറിനകത്താണ് എക്സെപ്റ്റ് സിംഗുലാർ അറ്റ് സം സിംഗുലാർ പോയിൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻറ്റിൽ ഫംഗ്ഷൻ എന്താവില്ല, അനലിറ്റിക് ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻ നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ റെസിഡ്യൂ തിയറം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രൂഫിലേക്ക് നമുക്ക് പോകണം. പ്രൂഫ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സി എന്ന് പറഞ്ഞ ഒരു സർക്കിളാക്കി എടുക്കുകയാണ്. ഇവിടെ Z1, Z2, Z3 എക്സെട്ര Zn. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്തുണ്ട്, സിംഗുലാർ പോയിൻറ്റുകൾ വരുന്നുണ്ട്. ഈ സിംഗുലാർ പോയിൻ്റ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു സർക്കിൾ നമ്മൾ വരക്കുകയാണ്. അപ്പോൾ ഓരോ സിംഗുലാർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ചെറിയൊരു സർക്കിൾ നമ്മളിവിടെ എന്ത് ചെയ്തു, വരച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ സർക്കിളും
സി എന്ന് പറയുന്ന സർക്കിളും തമ്മിൽ ഒരു കണക്ഷൻ, ഒരു ഇൻഫിനിറ്റെസിമൽ തിക്നെസ് ഉള്ള ഒരു കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുക്കുകയാണ്, ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുത്തു, ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളൊരു എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു കോണ്ടൂർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ കോണ്ടൂറിലുള്ള സിംഗുലർ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തി. ആ സിംഗുലർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയൊരു സർക്കിൾ നമ്മൾ കൊടുക്കുന്നു. ഈ സർക്കിള് നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്, സിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ ചെറിയ സർക്കിൾ നമ്മൾ C1, C2, C3, CN എന്നുള്ള പേര് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഈ കണക്ഷൻ കൊടുക്കുന്നതോടുകൂടി ഇവിടെ ഈ ഒരു മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, പോൾസ് അല്ലെങ്കിൽ സിംഗുലർ പോയിൻ്റ് വരുന്നത് കൊണ്ടാണ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കണക്ഷൻ കൊടുക്കുന്നതോടുകൂടി ഈ ഒരു മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയനായിട്ട് ഇവിടെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സിംപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യും. ദെൻ നമ്മൾ കോഷി ഇൻ്റഗ്രൽ തിയറം നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷം അതായത് മോഡിഫൈഡ് കോഷി ഇൻ്റഗ്രൽ തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് Z1, Z2, etc. Zn are surrounded by a small circles C1, C2, etc. Cn in clockwise direction. ഇത് ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാത്രം. Then this circle C1, C2, Cn together with a C form a multiple connected region of f of z is analytic. അതായത് സർക്കിൾ നമ്മൾ കൂടിച്ചേർന്നാൽ ഇതൊരു മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. This multiple connected region is converted into simply connected region by introducing a cross strip, then by applying the modified Cauchy integral theorem. അപ്പോൾ കോഷി ഇൻ്റഗ്രൽ തിയറം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയനിൽ ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ മൊത്തം സിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞത് ഓരോ C1, C2 എന്ന് പറയുന്ന എന്താ പറയുക സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രലിന് സമ്മേഷന് ഇക്വലൻ്റ് ആയിരിക്കും എന്നാണ് മോഡിഫൈഡ് കോഷി ഇൻ്റഗ്രൽ തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് സെറ്റ് ഡി സെഡ് സീക്വൽ ടു ഫോർ എ പർട്ടിക്കുലർ സി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മോഡിഫൈഡ് കോഷി ഇൻ്റഗ്രൽ തിയറം ദാറ്റ് ഈസ് C1 ഇൻറ്റു എഫ് ഓഫ് സെറ്റ് ഡി സെഡ് പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് സെറ്റ് ഡി സെഡ് അറ്റ് C2 പ്ലസ് എക്സെട്ര പ്ലസ് Cn എഫ് ഓഫ് സെറ്റ് ഡി സെഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റെസിഡ്യൂ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെറ്റ് ഡി സെഡ് എന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ പറയാം, 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് അറ്റ് സെഡ് സീക്വൽ ടു C1 എന്ന് പറഞ്ഞത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, Z0 പ്ലസ് അടുത്തത് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Z0 അല്ല Z1 Z ഈക്വൽ ടു Z2 പ്ലസ് എക്സെട്ര. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന് എത്ര വാല്യൂസ് ഉണ്ടാവും, n വാല്യൂസ്, മൊത്തം എത്ര പോയിൻ്റാണ് വരുന്നത് അതിൻ്റെ എല്ലാം റെസിഡ്യൂവിൻ്റെ സമ്മേഷനായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് Z ഈക്വൽ ടു Z1 Z ഈക്വൽ ടു Z2 എല്ലാ റെസിഡ്യൂവിൻ്റെ സമ്മേഷനാണ് വരുന്നത്. സോ സം ഓഫ് ഓൾ റെസിഡ്യൂസ് വിത്തിൻ C at a singular point. This is the residue theorem. അപ്പോൾ ഇതിനാണ് നമ്മൾ റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത്. സോ റെസിഡ്യൂ തിയറം അതിൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസിഡ്യൂ കാൽക്കുലേഷൻ പാർട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇതിൻ്റെ കാൽക്കുലേസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതാണ്. സോ കാൽക്കുലേഷൻ ഓഫ് റെസിഡ്യൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു സിമ്പിൾ പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, സിംഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത് Z ഈക്വൽ ടു Z0 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഒരു സിംഗിൾ പോയിൻ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് നമുക്ക് ലോറൻസ് സീരീസ് വെച്ച് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പോൾ വരികയാണെങ്കിൽ
മിനിമം വാല്യൂ എന്ന് പറഞ്ഞത് ഈ രീതിയിൽ a-1 ഡിവൈഡഡ് ബൈ z മൈനസ് z0 പ്ലസ് a0 പ്ലസ് a1. അതായത് സിംഗുലർ പോയിന്റിൽ അല്ലെങ്കിൽ സിംഗുലർ പാർട്ടിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ടിൽ നമുക്ക് ഒരു വാല്യൂ മാത്രം വരുന്ന രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുക. സിമ്പിൾ പോൾ നമ്മളതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? a-1. നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂനെ ത്രൂ ഔട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? z മൈനസ് z0 ഇൻറ്റു എഫ് ഓഫ് z പ്ലസ് a-1. അങ്ങനെ z0 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ ഈ രീതിയിൽ z0 മൈനസ് z0 മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. ഇവിടെ സ്ക്വയർ വന്നു, ഇവിടെ ക്യൂബ് വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് a-1ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ടേമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ള കോയിഫിഷ്യൻ്റൊക്കെ നമുക്ക് ഒഴിവാക്കണം. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് z ഈക്വൽ ടു z0 എന്നുള്ള ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം എല്ലാം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ ലിമിറ്റ് z ഈസ് ടെൻസ് ടു z0 z മൈനസ് z0 എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു ഈ ടേം എല്ലാം എന്ത് ചെയ്തു? ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അപ്പോൾ a0 a1 a2 എന്നുള്ള എല്ലാ ടേംസും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി, അല്ലെങ്കിൽ 0 ആയിട്ട് പോകും. വി ഗെറ്റ് ഓൺലി ദ a-1. സോ ദ റെസിഡ്യൂ a-1 is equal to a-1 എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ഈസ് ഈക്വൽ ടു z0 z മൈനസ് z0 ഇൻറ്റു എഫ് ഓഫ് z. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിമ്പിൾ പോളാണ് നമുക്ക് വരുന്ന ഫംഗ്ഷൻ എങ്കിൽ, അല്ലെങ്കിൽ ലോറൻസ് സീരീസ് നമ്മൾ എങ്ങനെയാണ് ഇത് കിട്ടിയതെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ റെസിഡ്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കാം. ഓർഡർ 2 എന്ന് പറഞ്ഞാൽ ഏത് വരെ വാല്യൂസ് വരും? z മൈനസ് z0 സ്ക്വയർ വരെ വരും. അപ്പോൾ മിനിമം പവർ എന്ന് പറയുന്നത് a-2 ആണ്. ഇതിൻ്റെ കേസിലുള്ള റെസിഡ്യൂ എന്ന് പറയുന്നത് a-1 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a-1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് z മൈനസ് z0 സ്ക്വയർ കൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടില്ലെന്ന് ചോദിക്കും. കിട്ടില്ല, കാരണം ഇവിടെ സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇത് പവർ 1 ഇവിടെ പവർ 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അത് ഇൻഡെഫിനിറ്റബിൾ അല്ലെങ്കിൽ ഇൻഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ടഫ്നെസ് അവിടെ ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ z മൈനസ് z0 സ്ക്വയർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രീതി ഇതാണ്. z മൈനസ് z0 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് a-1 എന്നുള്ള വാല്യൂ ആണ്. a-2ൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ a-2 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോയിഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വാല്യൂ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ത്രൂ ഔട്ട് ഒന്ന് ഡിഫറൻഷ്യൽ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു z. അപ്പോൾ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ d/dz ഓഫ് z മൈനസ് z0 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് 0 വരും. ഇവിടെ a-1 z മൈനസ് z0 കോൺസ്റ്റൻ്റ് ആണ്, z ഫംഗ്ഷനാണ്. വിത്ത് റെസ്പെക്ട് ടു z ആയതുകൊണ്ട് ഇതിൻ്റെ ഡിഫറൻഷ്യബിൾ 1 ആയിട്ട് വരും. ബാക്കിയുള്ളതിന് നമുക്ക് 2 ഇൻറ്റു z മൈനസ് z0 എന്നൊക്കെ വരും. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. 0 പ്ലസ് a-1 ഇൻറ്റു 2a0 z മൈനസ് z0 പ്ലസ് 3a1 ഇൻറ്റു ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ ടേംസൊക്കെ ഈ ടേം അപ്പോൾ a-2ൻ്റെ ടേം നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഒഴിവായി കിട്ടി. ഇനി ബാക്കി വരുന്ന ടേംസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ a-1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു z0 d/dz ഓഫ് z മൈനസ് z0 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z എന്നുള്ള റിലേഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ റെസിഡ്യൂ ഫോർ എ പോൾ ഓർഡർ ഓഫ് 2 at z is equal to z0. ഓക്കെ, ഇനി നമുക്ക് പോൾ ഓഫ് ഓർഡർ 3 വരുന്ന സമയത്തുള്ള റിലേഷൻ നമുക്ക് എഴുതണം. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 3 വരുന്ന സമയത്ത് നമ്മളെ ലോറൻസ് സീരീസ് എന്താണത് ഈ രീതിയിലാണ്. a-3 ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ടേം വെച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, z മൈനസ് z0 ക്യൂബ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇത് രീതിയിലായിരിക്കും. z മൈനസ് z0 ഓൾ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു a-3 പ്ലസ് a-2 ഇൻറ്റു z മൈനസ് z0. കാരണം ഇവിടെ സ്ക്വയറാണ് വരുന്നത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്യൂബ് വെച്ചിട്ടാണ്. സോ ന്യൂമറേച്ചറിലൊരു ടേം വരും. ഇവിടെ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ടേം ഒഴിവാക്കാൻ വേണ്ടി, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ടേം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരു തവണ ഒന്ന് ഡിഫറൻഷ്യൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടേം 0 ആയിട്ട് പോകും. പിന്നെ a-2 എന്നുള്ള ടേം ആയിരിക്കും വരിക. ഇവിടെ 2 ഇൻറ്റു
a-1 z-z0 എന്നുള്ള ടേം വരും. ഓക്കെ, വീണ്ടും ഒരു തവണ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ a-2ൻ്റെ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. a-1ൻ്റെ ടേംസ് മാത്രം എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ചെയ്യുകയാണ്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ a-3ൻ്റെ ടേം 0 ആയിട്ട് പോയി a-2 വരും. 2a-1 z-z0 പ്ലസ് എക്സെട്ര ഈ രീതിയിലായിരിക്കും വരാം. വീണ്ടും ഒന്ന് ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ d² ഡിവൈഡ് ബൈ dz². 2a-1 പ്ലസ് 6a0 ഇൻറ്റു z-z0 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഈ രീതിയിലായിരിക്കും വരാം. ഫ്രം ദിസ് a-1 is equal to 1/2. ഇവിടെ 2 വരുന്നുണ്ട്. 1/2 ലിമിറ്റ് z ടെൻഡ്സ് ടു z0 d² ഡിവൈഡ് ബൈ dz² z-z0 ക്യൂബ് f(z) എന്നുള്ള റിലേഷൻ ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കേസാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ള. 3 കേസ് ഒന്നുകൂടി എടുത്ത് ചെയ്താൽ സിമ്പിൾ പോൾ ആണെങ്കിൽ നമ്മളെ റിലേഷൻ എന്താണ്, a-1 is equal to ലിമിറ്റ് z ടെൻഡ്സ് ടു z0 z-z0 ഇൻറ്റു f(z) എന്നതാണ്. ഡബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ a-1 is equal to ലിമിറ്റ് z ടെൻഡ്സ് ടു z0 z-z0 സ്ക്വയർ d ബൈ dz ഓഫ് z-z0 ഇൻറ്റു f(z) എന്നുള്ള റിലേഷൻ ആയിരിക്കും നമുക്ക് വരാം. 3 ആവുന്ന കേസിൽ a-1 is equal to 1/2 ലിമിറ്റ് z ടെൻഡ്സ് ടു z0 d² ഡിവൈഡ് ബൈ dz² z-z0 സ്ക്വയർ ഇൻറ്റു f(z) സ്ക്വയർ അല്ല ക്യൂബ്. ഇവിടെ സ്ക്വയറാണ് വരിക, ഇവിടെ ക്യൂബാണ് വരിക. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് 3 റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജനറലൈസ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് a-1 is equal to നോക്കുക, പോൾ ഓഫ് ഓർഡർ 3 ആകുമ്പോൾ ഇവിടെ 1/2 വരുന്നുണ്ട്. ഡബിൾ ആവുന്ന സമയത്ത് 1/1 ആണ് വരുന്നത്. സിമ്പിൾ ആവുന്ന സമയത്തും 1/1 ആണ്. അപ്പോൾ ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, n-1 എന്നുള്ള വാല്യൂ ഇവിടെ വരണം. കാരണം 3 നിന്ന് 2ലേക്ക് വരണമെങ്കിൽ 1 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ a-1 എന്നിൻ്റെ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. ഏത് പർട്ടിക്കുലർ കറസ്പോണ്ടിങ് ഓർഡർ n ആണെങ്കിൽ, അല്ലെങ്കിൽ പോൾ ഓർഡർ m എന്ന് കൊടുക്കാം. m ഓർഡറാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 ഡിവൈഡ് ബൈ m-1 എന്ന് വരും. കാരണം അത് ഇവിടെ കറക്റ്റ് ആണെങ്കിൽ അത് ഓക്കെയാണ്. 1/2 ഇവിടെ വരും. ഇവിടെ 2 ആണ് വരുന്നത് എമ്മിൻ്റെ വാല്യൂ. സോ ഇവിടെ 1/2 മൈനസ് 1 വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0 ആണ് വരേണ്ടത്. പക്ഷേ നമുക്കിവിടെ 1/1 ആണ് കിട്ടുന്നത്. സോ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഫാക്ടോറിയൽ കൊടുത്താൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആവും. ഓക്കെ, ദെൻ ലിമിറ്റ് z ടെൻഡ്സ് ടു z0 d ഡിവൈഡഡ് ബൈ dz ഓഫ്, ഇവിടെ നോക്കുക, ഓർഡർ 1 ആകുമ്പോൾ ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി ഒന്നുമില്ല. 2 ആകുമ്പോൾ 1 വരുന്നുണ്ട്. 3 ആകുമ്പോൾ 2 വരുന്നുണ്ട്. സോ m-1 എന്ന് കൊടുക്കും. ദെൻ z-z0 m f(z) ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ റിലേഷൻ ഓർത്ത് വെക്കാം. a-1 is equal to 1 divided by m-1 factorial limit z tends to z0 d of m-1 divided by dz of m-1 z-z0 all power of m into f(z). ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെസിഡ്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വ്യത്യസ്തമായിട്ടുള്ള 2 ഫംഗ്ഷൻ്റെ കേസിലും റെസിഡ്യൂ എങ്ങനെ കാണേണ്ടത് നമുക്ക് അറിയണം. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.